ആ ഭിന്നിപ്പൊക്കെ തീർന്നു കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പണ്ഡിതൻ ആരാണ്? അത് ഒന്ന് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകളാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സനദുണ്ട്, സനദില്ലാതെ പറയുന്നില്ല. ഇത് അതിന്റെ സനദ് തന്നെ തെളിവ് എന്നാണ് അർത്ഥം. തെളിവുണ്ട്. സമസ്തയിലെ യോജിപ്പ് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം. ഇ കെ ഉസ്താദിന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ടുള്ള ഈ ലേഖനം ചന്ദ്രിക ദിനപത്രം 1996 ആഗസ്റ്റ് 30 വെള്ളി. ഇത് ചന്ദ്രികയിൽ കൊടുത്തതിന്റെ ഒരു താല്പര്യം എന്താ? ഞാൻ മനസ്സിലാക്കുന്നത് ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ പത്രമായതുകൊണ്ട് മുസ്ലിം ലീഗിനും യോജിക്കണം എന്ന താല്പര്യം ഉണ്ട് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഞാൻ പറയട്ടെ, ഇതിൽ ലേഖനം എഴുതുന്നതാരാ? ആരെങ്കിലും വഞ്ചിച്ച് എഴുതിക്കളഞ്ഞതാണോ? അങ്ങനെയല്ല. കാരണം ഇതിന് ലേഖനം എഴുതുന്നത് പ്രസിഡന്റ് മട്ടന്നൂർ മേഖല സംയുക്ത മഹല്ല് മുസ്ലിം ജമാഅത്ത്. അദ്ദേഹത്തിന്റെ പേരും കൂടി ഞാൻ വ്യക്തമാക്കുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും നമ്മളെ ആലിമീങ്ങളെയും ഉള്ളാൾ തങ്ങളെ വരെ താജുൽ ഉലമ അല്ല പൂജ്യം ഉലമയാണ് എന്ന് പറഞ്ഞ അപ്പുറത്തെ വലിയ നേതാവാണ്. ആ നേതാവാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിൽ അദ്ദേഹം എഴുതി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? സമസ്ത യോജിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നതാണെന്ന് അദ്ദേഹം ഇതിൽ വ്യാപകമായി എഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം അടുത്ത ദിവസം ഈ കുറിപ്പുകാരൻ പാണക്കാട് പോയി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ അറിയിച്ചിരുന്നു. ഇ കെ ഉസ്താദിന്റെ അന്ത്യാഭിലാഷം സമസ്ത യോജിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇത് അറിയിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് അകം ശൈഖുന ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് സുഖമായാൽ ആലോചിക്കാമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നതുമാണ്. സുഖമായതിനു ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ശൈഖുനായെ ഇടയ്ക്കിടെ ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷായുസ് മുഴുവൻ ദീനുൽ ഇസ്ലാമിന് വഴികാട്ടിക്കൊടുത്തുകൊണ്ട് ജ്വലിച്ചു നിന്ന അസാമാന്യവും അത്ഭുതാവഹവുമായ ആ മഹൽ ജീവിതത്തിൽ നിന്ന് വിജ്ഞാനം നുകർന്നവർ മാത്രമാണ് ഇന്നിവിടെ കാണുന്നവരെല്ലാം. ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ഉൾക്കൊള്ളുന്ന ഇരു സമസ്തയുടെയും നേതാക്കൾ ഗൗരവപൂർവം ചിന്തിച്ചുകൊണ്ട് കാലത്തിന്റെ നാദം ശ്രവിക്കുമെങ്കിൽ അതാണ് മഹാനായ ഉസ്താദിനോട് ചെയ്യാവുന്ന വലിയ കടപ്പാട്. ഇത് ചന്ദ്രികയിൽ 1996 ആഗസ്റ്റ് 30 വെള്ളി ഉസ്താദ് അവരുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് മട്ടന്നൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് എന്റെ പേരുള്ള ഒരാള് എഴുതിയതാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഉസ്താദിന്റെ ഒരു അഭിലാഷം. ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളും വഫാത്താകുന്നതിന് മുമ്പ് ഇത് യോജിച്ചു കാണണം എന്ന നിലക്ക് വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ അഭിവന്യരായ നേതാവ് ശൈഖുന കാന്തപുരം ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മറ്റും ഹജ്ജ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒന്നായി പങ്കെടുത്തപ്പോൾ കേരളത്തിലെ സുന്നികൾ വളരെ സന്തുഷ്ടരായിരുന്നു. അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് അങ്ങനെ ഐക്യപ്പെടണം എന്നതിനെ സംബന്ധിച്ച് രണ്ടുപേരും മനസ്സുകൊണ്ട് യോജിച്ചു കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾക്കറിയാം, മംഗലാപുരത്ത് ഞങ്ങൾ നിർമ്മിച്ച പള്ളി, അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ അതിന്റെ മെമ്പർ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച പള്ളി, അതിൽ മംഗലാപുരത്തുള്ള വൈ അബ്ദുള്ള കുഞ്ഞു സാഹിബ്, അതുപോലെ മോനു ഹാജി തുടങ്ങിയ റഷീദ് ഹാജി തുടങ്ങി മുത്തസിലി ഹാജി തുടങ്ങി, ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല, ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ അംഗങ്ങൾ. അവരൊക്കെ പണക്കാരാണ്. ഞങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾ കഴിയുന്ന ഒത്താശ ചെയ്യലാണ്. 3-4 കോടി റുപ്പിയുടെ ചെലവിലുള്ള പള്ളിയാണ്. ആ പള്ളി ഉദ്ഘാടനത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. തങ്ങളവர்கள் ആ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ സുന്നി സമൂഹം, അവരാണ് മുഖ്യധാരാ മുസ്ലിമീങ്ങൾ, അവർ യോജിക്കണം എന്നതിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും എ പി ഉസ്താദും ഒക്കെ മനസ്സുകൊണ്ട് പൂർണ്ണമായി യോജിച്ചു കഴിഞ്ഞു.
അവർ ഒന്നായി പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ശേഷം നിങ്ങൾക്കറിയാം, കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ ഇ അഹമ്മദ് സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എം കെ മുനീർ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ കണ്ണൂരിലും കോഴിക്കോടും മർക്കസിലും പൂനൂരിലും പല സ്ഥലത്തും ഉസ്താദുകളുടെ കൂടെ പങ്കെടുക്കുകയും മർക്കസ് സഖാഫത്ത് സുന്നിയുടെ പരിപാടികളിൽ അവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സഹകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഐക്യപ്പെട്ട് സുന്നികൾ ഐക്യപ്പെട്ട് വരികയാണ്. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, UDF മാത്രമല്ല, LDF മാത്രമല്ല, എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? ഓരോ മഹല്ലിലും, ഓരോ പ്രദേശത്തും, ഓരോ വീട്ടിലും ചിലപ്പോൾ ബാപ്പ ഒരു സമസ്തയുടെ ആള്, മകൻ മറ്റേ സമസ്തയുടെ ആള്, ചിലപ്പോൾ ജ്യേഷ്ഠൻ ഒരു സമസ്തയുടെ ആള്, അനുജൻ വേറൊരു സമസ്തയുടെ ആള്. വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ഉമ്മാക്ക് ഇത് കണ്ടിട്ട് വിഷമം, ഭാര്യയ്ക്ക് ഇത് കണ്ടിട്ട് ബുദ്ധിമുട്ട്. സുബ്ഹാന ജല്ല ജലാലു, ചെറിയ പ്രശ്നമാണോ? അപ്പൊ ഇതൊന്ന് തീർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളുമില്ല അമുസ്ലിമീങ്ങളുമില്ല. എല്ലാവർക്കും ഉള്ള ഈ പ്രശ്നം തീരട്ടെ എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ അല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, ഇതൊന്ന് തീർന്നാൽ അത്ര ശല്യം കുറഞ്ഞല്ലോ. അവരതിന് മധ്യസ്ഥന് പോണ്ട, ഒരു മദ്രസാ പ്രശ്നത്തിന് പോണ്ട, ഉറക്കൊയ്ക്കണ്ട, എത്ര സുഖമാണ്. ഇത് തീരട്ടെ എന്ന് ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയുമില്ല നല്ല മനസ്സുള്ളവരെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാനേ പറ്റൂല എന്ന നിലക്ക് നേരത്തെ പണ്ഡിതന്മാരെ പരസ്പരം ഭിന്നിപ്പിച്ച ഫിത്ന കമ്പനി, ആ ഫിത്ന കമ്പനി സജീവമാവുകയാണ്, ദിനേന സജീവമാവുകയാണ്. ആ സജീവത ഏടത്തോളം എത്തി തരുമോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്, ഇ അഹമ്മദ് സാഹിബ് പൂനൂരിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. അന്ന് ഇ അഹമ്മദ് സാഹിബ് വികാരഭരിതനായി പറഞ്ഞു, നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാർ, അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്തരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തില് ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശേഷനായ അമരക്കാരൻ കേരള മുസ്ലിം കേരളത്തിലെ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സർവ്വഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഈ പരിപാടി അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമനപുത്രനും നിർദ്ദിഷ്ടമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതിനെന്താ ചെയ്തതെന്നറിയോ? പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇ അഹമ്മദ് സാഹിബ് ചെന്നപ്പോൾ ഈ ഫിത്തനക്കാര് ഇ അഹമ്മദ് സാഹിബിനെതിരെ ഗോബേക്ക്, ആ ഗോബേക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ എന്ത് വന്നു? പുറത്തുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കും ആലിക്കുട്ടി മുസ്ലിയാരുടെ വകയിൽ ഒരു പ്രസ്താവന. കുറച്ച് ദിവസം കഴിഞ്ഞ എന്താ പറഞ്ഞെന്ന് കേട്ടോളി. ഇയാളെ താങ്ങിയാൽ എന്താ കിട്ടുക? ചോദ്യം എന്താ ഇതിന്റെ ആവശ്യം? അത് നമ്മളെ വലിയ പ്രശ്നമുണ്ട്, ഉള്ളിൽ കൂടെ വലിയ പ്രശ്നമുണ്ട്. അയിമെന്ന് വരുന്നതാണ് ഈ ഗോബേക്കും മറ്റുമൊക്കെ. അപ്പൊ അത് കരുതണം എന്നപ്പം. അതെ, അതായത് അവർക്കിടയിൽ ഉള്ളിൽ കൂടി പ്രശ്നമുണ്ട് പോലും, അതുകൊണ്ടാണ് ഗോബേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അവരെന്നെയാണ് ഗോബേക്ക് വിളിച്ചത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു സമ്മതിപ്പിക്കുകയാണ്. എന്താ കാരണം? മുസ്ലിം ഉമ്മത്ത് യോജിക്കണം എന്ന് ഇ അഹമ്മദ് സാഹിബ് പറഞ്ഞു, അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. ഇതല്ലേ ഇ അഹമ്മദ് സാഹിബ് ചെയ്തിട്ട്, അല്ലാത്ത ഒരു സബുൽ മുബക്കാത്തപ്പെട്ട തെറ്റ് ഇ അഹമ്മദ് സാഹിബ് പ്രത്യേകം ചെയ്തായിട്ട് നമുക്കറിയില്ല. പട്ടിക്കാർന്ന് എന്തിന് ഗോബേക്ക് വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത് കേൾച്ചു തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി അനുകൂലിച്ചതിനാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊന്ന് പാഠം പഠിപ്പിക്കണം എന്ന് SKSF തീരുമാനിച്ചു. അതിനവരെന്താ ചെയ്തതെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി മത്സരിച്ച് ജയിച്ച ജലീൽ സാഹിബ്, ആ ജലീൽ സാഹിബിനെ SKSFന്റെ മനുഷ്യജാലിക പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പ്രസംഗിപ്പിച്ചു. എന്തിന്? കുഞ്ഞാലിക്കുട്ടിയോട് വെറുപ്പീർക്കാൻ വേണ്ടി.
ഞാനീ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് ധാരാളം തെളിവുകളുണ്ട്. മനോരമയൊക്കെ ഞാൻ തന്നെ മുമ്പ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്ത് വെച്ച്. ഈ പറഞ്ഞ ജലീൽ സാഹിബിനെ പങ്കെടുപ്പിച്ച പരിപാടി വെറും മനോരമയിൽ മാത്രമല്ല, മാധ്യമത്തിലുണ്ട്. അത് തന്നെ കാന്തപുരം വിഭാഗത്തിന്റെ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ കേന്ദ്രമന്ത്രി അഹമ്മദിന് ഗോബേക്ക് വിളിക്കുകയും മലപ്പുറം ജില്ലയിലെ SKSSF മനുഷ്യരാലികയിൽ ലീഗ് വിരുദ്ധനായ KT ജലീൽ MLA പങ്കെടുപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞതും സമസ്തയുമായി തിരക്കിട്ട് അനുരജ്ഞന ചർച്ചകൾക്ക് തുടക്കമിട്ടതും ഇതോടെയാണ്. ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവിടുന്ന് പോയി ഇപ്പോഴെത്തിയറിയോ, ലീഗിനെ ഭിന്നിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് ഫിത്നക്കാർ. അതിന്റെ ഉദാഹരണം ഞാൻ വായിക്കാം. മാധ്യമം 2011 ഏപ്രിൽ 9, ഇപ്പൊ അടുത്തുള്ള 9, മുനീറിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ സുന്നി വാരികയുടെ പ്രസിദ്ധീകരണം മാറ്റി. കോഴിക്കോട് MK മുനീറിനെയും ഇന്ത്യ വിഷൻ ചാനലിനെയും വിമർശിക്കുന്ന ലേഖനങ്ങൾ ഉള്ളതിനാൽ സുന്നി വാരികയുടെ പ്രസിദ്ധീകരണം മാറ്റി. സുന്നി യുവസംഘത്തിന്റെ മുഖപത്രമായ സുന്നി അഫ്കാർ വാരികയുടെ പുതിയ ലക്കത്തിന്റെ പ്രസിദ്ധീകരണമാണ് പുസ്തകം 1 ലക്കം 31 ഉന്നത ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചത്. മുസ്ലിം ലീഗിന്റെയും സുന്നി യുവസംഘത്തിന്റെയും സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് ഹൈദർ ശിഹാബ് തങ്ങൾ മാനേജിംഗ് ഡയറക്ടറായ വാരികയുടെ ചീഫ് എഡിറ്റർ SYS ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരാണ്. സുന്നി അഫ്കാറിന്റെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പതിപ്പിൽ കവർ സ്റ്റോറി ഉൾപ്പെടെയുള്ള 4 ലേഖനങ്ങൾ തന്നെയും ഇന്ത്യ വിഷനെയും വിമർശിക്കുന്നതാണെന്നും മുൻകൂട്ടി അറിഞ്ഞ MK മുനീർ ഹൈദരലി തങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് പ്രസിദ്ധീകരണം മാറ്റിവെപ്പിച്ചതെന്നറിയുന്നു. തന്നെ വിമർശിക്കുന്ന ലേഖനം വാരികയിൽ വരുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നാണ് അത്രേ മുനീർ തങ്ങളെ ബോധിപ്പിച്ചത്. അപ്പൊ സുന്നി അഫ്കാർ അപ്പുറത്തെ സുന്നിയുടെ സുന്നി യുവസംഘ അപ്പുറത്തെ സുന്നി യുവസംഘം എന്ന് പറയുന്ന കമ്മിറ്റിയുടെ സുന്നി അഫ്കാർ അച്ചടിച്ചത് പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെപ്പിക്കേണ്ട സ്ഥാനത്തേക്ക് വിഷയമെത്തി തീർന്നു. എന്തിന്? മുസ്ലിം ലീഗ് മുഖ്യധാരാ മുസ്ലിങ്ങളായ സുന്നികൾ യോജിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചിന്തിച്ചു പോയതിനാൽ, MK മുനീർ സാഹിബ് മർക്കസിൽ വന്നതിനാൽ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഐക്യത്തിനോട് യോജിക്കുന്നതിനാൽ, അഹമ്മദ് സാഹിബ് യോജിക്കുന്നതിനാൽ മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്നാണിപ്പോൾ അപ്പുറത്തുള്ള കക്ഷികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെളിവില്ലാതെ എന്റെ ജീവിതത്തിലൊന്നും പറയാറില്ല, അതുകൊണ്ടാണ് അതും ഞാൻ ക്ഷണത്തോടുകൂടി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ അപ്പുറത്തെ സംസ്ഥയുടെ സെക്രട്ടറി ചോദിക്കുന്നത്, ഈ ചില നേതാക്കന്മാർ പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായ ഉണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയിക്കും.